ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നു എന്ന് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ പറയുന്നു. വിവരങ്ങളെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ട്. തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. കോടതിയിൽ നിൽക്കുന്ന കാര്യമായതിനാൽ ഒന്നും പ്രതികരിക്കാനില്ല എന്നും ഗോവർദ്ധൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. Everything is in code, sir. I am not supposed to tell anything. Sir, it is in the code, sir. I am not supposed to tell anything. Then I have not done anything wrong. It is in the code, sir. Please. Everything, sir. Everything is there, sir. Everything. No, SIT, sir. KB ശ്രീധരൻ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമായ ഒരു വിവരമാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. പക്ഷെ അപ്പോഴും ബിന്നിൽ പറഞ്ഞതുപോലെ ഈ സ്വർണം വളരെ നാളുകൾക്ക് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റതാണ് ഗോവർദ്ധന്. അത് അതേ രൂപത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു സാധ്യതയില്ല. തത്തുല്യമായ സ്വർണം പിടിച്ചെടുക്കുക എന്നത് മാത്രമാണോ ഇപ്പോൾ നിലവിൽ നടന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും. 2019 6 വർഷം മുൻപാണ് ഈ ഇടപാട് നടന്നിരിക്കുന്നത്. അതിനുശേഷം ഒരു ജ്വല്ലറി ഉടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർണം രൂപമാറ്റം വരുത്തിയൊക്കെ വിൽക്കാനുള്ള സാധ്യത തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും തത്തുല്യമായിട്ടുള്ള ആ അളവിലുള്ള സ്വർണം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും SITയും ചെയ്തിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപാണ് ഞാൻ ഗോവർദ്ധനുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരുന്നു. ദീപാവലി ദിവസമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് SITക്ക് മുൻപിൽ ഹാജരായത്. അന്ന് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം SITയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന കാര്യമായതിനാൽ കൂടുതൽ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്താനില്ല, സംസാരിക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ SIT സംഘം ബെല്ലാരിയിൽ എത്തിയതും ഗോവർദ്ധൻ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയും ഈ വിവരങ്ങൾ ചോദിച്ചിരുന്നു. അങ്ങനെ എത്തിയപ്പോഴാണ് ഒരുപക്ഷെ ഈ സ്വർണം പിടിച്ചെടുത്തിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ബെല്ലാരിയിൽ സംബന്ധിച്ച്, ആ ഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ, ഞാൻ ബെല്ലാരിയിൽ പോയപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ അയ്യപ്പ ഭക്തരിൽ ഒരാളാണ്. അയ്യപ്പന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗോവർദ്ധൻ എന്നാണ് അവിടുത്തെ മലയാളികളായിട്ടുള്ള ചില ആളുകളും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു കളവിന് കൂട്ടുനിൽക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തെ പറ്റി പ്രാദേശികമായി അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതുകൂടാതെ ഈ ബെല്ലാരിയിലെ ഏറ്റവും വലിയ പഴക്കം ചെന്ന സ്വർണ്ണ വ്യാപാരികളിൽ ഒന്നുകൂടിയാണ് ഈ റുദ്ധം ജ്വല്ലേഴ്സ്. അവിടെയുള്ള റെഡ്ഡി ബ്രദേഴ്സൊക്കെ ആയിട്ട് കിലോ കണക്കിന് സ്വർണ്ണ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത്ര ചെറിയ അളവിലുള്ള സ്വർണം ഇങ്ങനെ അടിച്ചു മാറ്റേണ്ട അല്ലെങ്കിൽ മോഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിന് കൂട്ടുനിൽക്കേണ്ട ഒരു ആവശ്യം വരില്ല എന്ന് തന്നെയാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. പ്രാദേശികമായി അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരം മാത്രമാണിത്. ഏതായാലും ഗോവർദ്ധൻ ഈ വിഷയങ്ങളെല്ലാം ഈ SIT സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഗോൾഡ് തിരിച്ചു കൊടുക്കാൻ തയ്യാറായതും. അതായത് അയ്യപ്പനോടുള്ള ഒരു കടമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിലും ഇടപെട്ടിട്ടുണ്ടാകുക. സ്വാഭാവികമായിട്ട് ആദ്യമായി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ബെല്ലാരിയിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത് തനിക്ക് അയ്യപ്പനെ സേവിക്കാനുള്ള ഒരു അവസരമായാണ് ഈ വാതിലും അതുപോലെ തന്നെ കട്ടിളപ്പടിയും സ്വർണം പൊതിയാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അത് നിർമ്മിച്ചു നൽകാനുള്ള ഒരു അവസരത്തെ കാണുന്നത്. അതുകൊണ്ട് മാത്രമാണ് താൻ ഇതിൽ ഇടപെട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ കാലങ്ങളായിട്ട് അറിയാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതും ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുന്നത് എന്നുകൂടി ഗോവർദ്ധൻ അന്ന് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഒരു സംഭാഷണമുണ്ട്, ഒരു ശബ്ദ സംഭാഷണം ഉണ്ട്. അത് 12-ാം തീയതി ഒക്ടോബർ 12-ന് നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത ഒന്നാണ്. അതുകൂടി പ്രേക്ഷകരുമായി ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാം. I am an Ayyappa devotee. Every year from 2000 onwards, I used to go for Shabarimala for every year for Ayyappa Darshan. In the year 2018, something around November or December, I got an opportunity to make a new gold plating door. But we completed that in the year 2019 in the March. And I donated the new gold door made by wood and copper and gold plating. And the year 2019, in the March, I donated to Ayyappa Temple, Swami Sharanam. ശ്രീധരനോട് സംസാരിച്ചതാണ് ഇത് അന്ന് ഗോവർദ്ധൻ. പറയൂ ശ്രീധരൻ, കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട. അതായത് അന്നത്തെ ഈ സംസാരത്തിൽ ഞാനതാണ് പറഞ്ഞു വന്നിരുന്നത്. ഈ വിഷയത്തിൽ തനിക്ക് ഇതിനെ ഒരു അവസരമായിട്ടാണ് കാണുന്നത്. ശബരിമല അയ്യപ്പനെ എന്തെങ്കിലും ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നാണ് ഗോവർദ്ധൻ അന്ന് പ്രതികരിച്ചത്. ഇന്നും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഗോവർദ്ധൻ ഇന്ന് രാവിലെയും ഞാൻ വിളിച്ചപ്പോൾ എന്നോടും നടത്തിയത്. എന്നാൽ ഈ വിഷയത്തിൽ
കൂടുതൽ പ്രതികരണത്തിനില്ല, മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് അതിനുള്ളൊരു കാരണം തനിക്ക് പേടിയുണ്ടായിട്ടോ താൻ തെറ്റ് ചെയ്തു എന്ന് ഉള്ളത് കൊണ്ടോ അല്ല. അതായത് ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. SIT സംഘത്തിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പോകരുത്. അതുകൊണ്ട് താൻ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിനില്ല എന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. ഏതായാലും ബെല്ലാരിയെ സംബന്ധിച്ച് ഈ ശബരിമലയിലേക്കൊക്കെ ബെല്ലാരിയിൽ നിന്ന് അയ്യപ്പന്മാർ കൂടുതൽ സംഭാവനകളൊക്കെ നൽകുന്ന ഒരു സ്ഥലമാണ് ബെല്ലാരി. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇദ്ദേഹം എല്ലാ മാസവും ശബരിമലയിലേക്ക് അന്നദാനത്തിന് സാധനങ്ങൾ, ഒരു ലോറി നിറയെ സാധനങ്ങൾ കൊടുത്തുവിടുന്ന പതിവ് കൂടിയുണ്ട്. അങ്ങനെ ശബരിമലയിലേക്ക് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കൃത്യമായി കബളിപ്പിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വേണം ഈ ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന്, അതുപോലെ തന്നെ SITയിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ വെച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ഒരു ഗോവർദ്ധനിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്ന് ശബരിമലയുടെ പേര് പറഞ്ഞ് ഒരു ഇടനിലക്കാരൻ നിലയിൽ സ്വർണവും പണവും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിലൂടെ മനസ്സിലാകുന്നത്. ഏതായാലും ഗോവർദ്ധൻ ഈ കേസിൽ നിലവിൽ പ്രതിയല്ല. അദ്ദേഹം പ്രതിയാകാനുള്ള സാധ്യത വളരെ തുച്ഛമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും ഈ വിഷയത്തിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായി അദ്ദേഹം മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിലേതായാലും SIT സ്വർണം കണ്ടെടുത്ത നിലയ്ക്ക് ഇനി ചെന്നൈയിലേക്കാകും കൂടുതൽ അന്വേഷണത്തിന്റെ ഫോക്കസ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളി, ദ്വാരപാലകത്തിന് സ്വർണ്ണപ്പാളി ഒരുക്കിയതുമായി ബന്ധപ്പെട്ട് പണിക്കൂലിയായി 108 ഗ്രാം സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയിട്ടുണ്ട് എന്നുകൂടി മൊഴിയുണ്ട്. ആ 108 ഗ്രാം സ്വർണം ഇവിടെ നിന്ന് കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളിലായിരിക്കും ഉണ്ടാവുക. നേരത്തെ SIT സംഘം ഇവിടെ എത്തി ഈ എല്ലാ ഡോക്യുമെന്റ്സും ഇവിടെ നിന്ന് പരിശോധിച്ചിരുന്നു. 3 ദിവസത്തോളം SIT സംഘം സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, രേഖകളൊക്കെ അവർ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെ നിരവധി തവണ അവർ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ ഇവിടെ നിന്ന് മൊഴിയെടുത്തിരുന്നു. വിശദമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ സ്വർണം വീണ്ടെടുക്കലായിരിക്കും അടുത്ത നടപടി ഉണ്ടാവുക. അതുപോലെയാണ് നേരത്തെ കമൽ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ഗൂഢാലോചനകളൊക്കെ നടന്നിരിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഒരു ധനകാര്യ സ്ഥാപനമുണ്ട്, പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഇടപാടുകളുണ്ട്. ഇതിലേക്കൊക്കെ പണം, ഇത്തരത്തിൽ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് എടുത്ത പണമാണ് അവിടേക്കൊക്കെ ഇങ്ങനെയുള്ള ബിസിനസ്സിലേക്ക്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കൊക്കെ ഇറക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഗോവർദ്ധൻ ഈ വിഷയത്തിൽ, ഈ കേസിൽ നിർണായക സാക്ഷിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം കബളിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്.